കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തി. കൈയിലെ 6ാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിയുടെ നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. അവയവം മാറിയതിൽ ഡോക്ടർ മാപ്പ് ചോദിച്ചുവെന്നും പിന്നീട് 6ാം വിരൽ നീക്കം ചെയ്യുന്ന മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയെന്നും കുടുംബം പറയുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഗോകുൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? ഗുരുതരമായ പിഴവ് എന്ന് പറഞ്ഞാൽ തീരില്ല അല്ലേ സംഭവം? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഗുരുതരമായൊരു പിഴമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. 4 വയസ്സുകാരി പെൺകുട്ടിക്ക് ഈ കൈക്ക് 6 വിരലുണ്ടായിരുന്നു. അതിൽ വിരലിന് നടത്തേണ്ട ശസ്ത്രക്രിയ നാവിന് നടത്തിയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു ചികിത്സാ പിഴവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് 6 വിരൽ ഉണ്ടായിരുന്നു എന്നതിനൊപ്പം തന്നെ നാവിനും പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് നാവിന് ശസ്ത്രക്രിയ നടത്തിയതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പിന്നീട് ഈ പ്രശ്നം വിവാദമായപ്പോൾ 6ാം വിരൽ നീക്കം ചെയ്ത് ആ വിരലിന്റെ ശസ്ത്രക്രിയ നീക്കം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ പരാതിയില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കകം കുട്ടിയുടെ കുടുംബം മാധ്യമപ്രവർത്തകരെ കാണാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഗുരുതരമായ ഒരു ചികിത്സാ പിഴവാണ്. ഡോക്ടറുമായിട്ടുള്ള ആശയവിനിമയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം മൂലമാണ് ഇത്തരത്തിലൊരു തകരാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നാവിനും അസുഖബാധിതയായിരുന്നു ഈ കുട്ടി. പക്ഷേ കൈവിരലിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ചെന്നത്, മാറി ശസ്ത്രക്രിയ നടത്തി എന്ന് തന്നെയല്ലേ? അത് തന്നെയാണ് ഈ കുട്ടിക്ക് വിരലിന് 6 വിരലുണ്ടായിരുന്നു. അതിനുള്ള ശസ്ത്രക്രിയയ്ക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനൊപ്പം തന്നെ ഈ കുട്ടിയുടെ നാവിനും ചെറിയ തകരാറുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ തൊട്ടടുത്ത കുട്ടിക്കും നാവിന് തകരാറുണ്ടായിരുന്നു. അതായത് 2 കുട്ടികളുടെ നാവിന് തകരാറുണ്ടായിരുന്നു. തൊട്ടടുത്ത കുട്ടിയുടെ ചീട്ടാണ് ഈ കുട്ടിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി പ്രവേശിച്ച സമയത്ത് അവിടെ കാണിച്ചത്. അങ്ങനെ ഈ കുട്ടിയുടെ നാവിനുള്ള ചികിത്സ, കൈവിരലിന് ചെയ്യേണ്ട ചികിത്സ, ശസ്ത്രക്രിയ നാവിന് ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ കുട്ടിക്ക് നാവിന് തകരാറുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നു. എന്നാലും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവാണ്, ഈ കൃത്യവിലോപമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ വിഷയത്തിൽ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൈവിരലിന് നടത്തേണ്ട ശസ്ത്രക്രിയ നാവിന് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാനോ സാധിക്കാത്ത ഒരു കാര്യമാണ്. കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കുട്ടിയുടെ കുടുംബം പരാതിയില്ല എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്കകം കുട്ടിയുടെ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും നമ്മളിപ്പോൾ കരുതുന്നു, ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തായാലും നാവിന് നടത്തേണ്ട ശസ്ത്രക്രിയ കൈവിരലിന് നടത്തേണ്ട ശസ്ത്രക്രിയ നാവിന് നടത്തിക്കൊണ്ട് വലിയൊരു ആരോഗ്യ മേഖലയെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വലിയൊരു കൃത്യവിലോപമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത്. ഏതാനും ദിവസങ്ങളെ അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസവ ശസ്ത്രക്രിയ നടത്തിയ ഒരാളുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് 4 വയസ്സുകാരി ചെറിയ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ കൈവിരലിന് നടത്തേണ്ട ശസ്ത്രക്രിയ നാവിന് നടത്തിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ഏറ്റവും വലിയൊരു കൃത്യവിലോപം ഈ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കുട്ടിക്ക് നാവിനും കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ശസ്ത്രക്രിയ കൊണ്ട് കുട്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും ഗുരുതരമായ ചികിത്സാ പിഴവ് വരുന്നു. ഭാഗ്യവശാൽ ആ കുട്ടിയുടെ നാവിനും ശസ്ത്രക്രിയ വേണ്ടിയിരുന്നു. എന്നാൽ 6ാം വിരൽ മാറ്റാനെത്തിയ കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയത് ഗുരുതരമായ കൃത്യവിലോപം എന്ന് വിലയിരുത്തപ്പെടേണ്ടി വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കോഴിക്കോട് നിന്ന്.